വിശദമായി കടക്കുകയാണ്. ADGP MR അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് കൈമാറും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വളരെ നിർണായകമായ കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ പരാതി അത് പാർട്ടി സെക്രട്ടറിക്ക് കൂടി നൽകുകയാണ്. ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക? നമുക്കറിയാം, ഇപ്പോൾ PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പരാതി, ആരോപണങ്ങൾ അത് പാർട്ടിയിലെ പ്രബലനായ നേതാവിനെതിരെ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഏത് വിധത്തിൽ പാർട്ടി ഈ വിഷയത്തെ നോക്കിക്കാണും എന്നുള്ളത് ഏറെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി തലത്തിൽ കൂടി അന്വേഷണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറുന്നതിന് വേണ്ടി 8:40 PV അൻവർ MLA ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഉള്ള ചിന്ത ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ 20 മിനിറ്റ് കഴിയുന്നു ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട്. അല്പസമയത്തിനകം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ തിരികെ പുറത്തേക്ക് വരും. അവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഗൗരവതരമായ അന്വേഷണം നടത്തണം എന്ന ആവശ്യം PV അൻവർ മുഖ്യമന്ത്രിയോട് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. സമാനമായ ആവശ്യം പാർട്ടി തലത്തിലും നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൈമാറുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും പാർട്ടി സെക്രട്ടറിക്ക് കൈമാറുന്ന പരാതിയിൽ P ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ PV അൻവറിന് പിന്നിൽ ആര് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് അദ്ദേഹം നൽകിയ ഉത്തരം ദൈവമാണ് എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ചിലർ ഉണ്ട്. പാർട്ടിയിൽ തന്നെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ കൃത്യമായ പിന്തുണയോടെയാണ് അൻവർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും അദ്ദേഹം ഇതിനോടകം ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾക്ക്, ഗുരുതരമായ ആരോപണങ്ങൾക്ക് പാർട്ടിയുടെ ഔദ്യോഗികമായ പിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ആരാഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. സമാനമായ തരത്തിൽ LDF കൺവീനറും ഇതേ പ്രതികരണം തന്നെയാണ് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ PV അൻവർ ഇപ്പോൾ കൈമാറുന്ന പരാതിയിൽ അടിയന്തരമായ ഏത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇങ്ങനെയൊരു പരാതി മുഖ്യമന്ത്രിക്ക് ആദ്യം അദ്ദേഹം കൈമാറിയതിനു ശേഷം പിന്നീട് മൗനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മറുപടി. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഉന്നയിച്ച പോലെ ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് P ശശിക്കെതിരായ ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം യാതൊരു തരത്തിലുള്ള മറുപടി നൽകാതെയാണ് ഇന്നലെ അവിടെ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് മുമ്പിൽ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയതാണോ, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഒരു സന്ദേഹമായി ഉയരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, പരാതിയിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയതിനു ശേഷം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് പോയി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മൗനം പാലിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി അദ്ദേഹത്തിന് കൂടി കൈമാറി പാർട്ടി തലത്തിൽ കൂടി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന തരത്തിലേക്ക്, ചർച്ച നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളത്. സ്വാഭാവികമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യത്തോട് ഏത് തരത്തിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നടത്തിയ തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാകാം അദ്ദേഹം ഇന്നും മാധ്യമങ്ങളോട് നടത്താനുള്ള സാധ്യത. അതിനപ്പുറത്തേക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കൊന്നും അദ്ദേഹം കടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം തൻ്റെ പോരാട്ടത്തിൻ്റെ 1ാം ഘട്ടം ഇവിടെ പൂർത്തിയാകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓഡിയോ സന്ദേശങ്ങളടക്കം കേൾപ്പിച്ച് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നിലവിൽ അദ്ദേഹം കൈമാറിയിരിക്കുന്ന പരാതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഇടപെടലുകൾ അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. അതേ തരത്തിൽ തന്നെയാണ് പാർട്ടി നേതൃത്വവും ഈ വിഷയത്തെ ഗൗരവമായി കാണണമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൂടി അദ്ദേഹം ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ? വളരെ നിർണായകമായ ചുമതലയിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിൽ നിന്ന് ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട MR അജിത് കുമാറിനെ മാറ്റിയാൽ അത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരും പാർട്ടിയും ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും.
അതിനും അപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയമായ മാനം കൈവരും പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടായാൽ അതിനുള്ള സാധ്യതകൾ എത്ര കണ്ട് ഇനി ഉണ്ട് എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും പാർട്ടി നേതൃത്വത്തിന് ഈ പരാതി കൈമാറുന്നതിലൂടെ പാർട്ടി സെക്രട്ടറിക്കെതിരെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി കൈമാറുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല, പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും നിലവിലെ സാഹചര്യങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാൻ ഈ അൻവർ പിന്നിൽ ആര് എന്നുള്ള വലിയ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ദുരൂഹമായി തുടരുന്നുണ്ട്. ദൈവമാണ് എന്ന് അൻവർ പറഞ്ഞാൽ പോലും അങ്ങനെയല്ല. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പ്രബല സംഘം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ പി ശശിക്കെതിരായ ആരോപണം അത് എത്രത്തോളം ഗൗരവത്തിൽ പാർട്ടി എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പി ശശിയുടെ നിലപാടിനെതിരെയും പ്രവർത്തനങ്ങൾക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടല്ലോ. അതായത് ഒരു സമാന്തര അധികാര കേന്ദ്രമായി തന്നെ പി ശശി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂട്ടമായ ഒരു വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പി വി അൻവർ പരസ്യമായി തന്നെ അത് ഉന്നയിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ പി ശശിക്കെതിരെ നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതണമോ? അതായത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മറികടന്നുകൊണ്ട് സമാന്തരമായ ഒരു അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മാറുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പി വി അൻവർ പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. സമാനമായ തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ മുതൽ തന്നെ ഉയർന്നുകൊണ്ടിരുന്നതാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് മറ്റ് നേതാക്കളുടെ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളുടെയെങ്കിലും പ്രതികരണങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ കൃത്യമായി പി ശശിക്ക് കടിഞ്ഞാണിടുന്ന നീക്കങ്ങളുടെ ഭാഗമായി തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദ വെളിപ്പെടുത്തലുകളെയും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന തുടർ നീക്കങ്ങളെയും ഒക്കെ വായിച്ചെടുക്കേണ്ടി വരും. അതിന് മുഖ്യമന്ത്രി പിന്തുണ നൽകുമോ? അതാണ് ഇനി അറിയാനുള്ളത്. മുഖ്യമന്ത്രി ഈ പി ശശിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി ആർക്കൊപ്പമാണ്? പി വി അൻവറിനൊപ്പമാണോ അതോ പി ശശിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ? അതിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടെന്തായിരിക്കും? ഇതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കേവലം ഒരു ആരോപണ വിധേയനായ IPS ഉദ്യോഗസ്ഥരെ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, IPS ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ചില രാഷ്ട്രീയ ചലനങ്ങൾക്ക് കൂടി ഇപ്പോഴുണ്ടായിരിക്കുന്ന പി വി അൻവറിന്റെ നീക്കം വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവിടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ അത് അൻവറിനൊപ്പമാണ് മുഖ്യമന്ത്രി എന്ന ധ്വനി നൽകും. പി ശശിയെ ഒപ്പം ചേർത്ത് നിർത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതെങ്കിൽ പി ശശിയോടൊപ്പമാണ് മുഖ്യമന്ത്രി എന്ന് ധ്വനി നൽകും. അതുകൊണ്ട് തന്നെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് പാർട്ടി. ഏത് തരത്തിലായിരിക്കണം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അവധാനതയോടെ ഇടപെടൽ തന്നെയാണ് അനിവാര്യമായി മാറുന്നത്. അവിടെയാണ് അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടി മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്, ആഭ്യന്തര വകുപ്പ് എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം ഇന്ന് ആദ്യ യോഗം ചേരുകയും തുടർന്ന് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന ഓരോ നീക്കങ്ങളിലും അന്വേഷണം SP സുജിത് ദാസിൽ മാത്രം ഒതുങ്ങുകയും നടപടി സുജിത് ദാസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്താൽ അത് ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഉണ്ടാക്കുക. അതിനെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നടപടി അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എപ്പോൾ വേണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സന്ദേഹമുള്ളത്. അതിനിടയിലാണ് സമാനമായ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കൂടി ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായ പി വി അൻവർ കൈമാറുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പരാതി ലഭിച്ചതിന് ശേഷം അതിൽ എന്ത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾക്കായിരിക്കും അവർ തയ്യാറെടുക്കുന്നത് എന്നതാണ് ഇനി ആകാംക്ഷയോടെ അവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. MV ഗോവിന്ദനുമായി PV അൻവർ MLA കൂടിക്കാഴ്ച നടത്തുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് കൂടി കൈമാറുകയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ, പരാതി അത് ഏത് തരത്തിൽ പാർട്ടി നോക്കിക്കാണും, അതോടൊപ്പം MV ഗോവിന്ദനെ കണ്ട ശേഷം PV അൻവറിന്റെ പ്രതികരണം ഏത് വിധത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ്. ആ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതെ, സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നൊരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല,
ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അതിന് വെറുതെ അതിനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനടുത്ത് ചോദിച്ചപ്പോഴും വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ കരുതി ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. ഹലോ, ഓക്കെ അല്ലേ? അപ്പം ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസായിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു. തിരികെ വാർത്തകളിലേക്ക്. നിർണായകമായ MV ഗോവിന്ദൻ PV അൻവർ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പീഡന പരാതിയിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി നടൻ നിവിൻ പോളി. FIRന് പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് താരത്തിന്റെ തീരുമാനം. മാസങ്ങൾക്ക് മുൻപ് മർദ്ദിച്ചെന്ന കേസ് പിന്നീട് കൂട്ടബലാത്സംഗ പരാതിയായി മാറിയെന്നും ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിവിൻ പോളി പ്രതികരിച്ചു. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും.
ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കാനുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്നാൽ നിവിൻ പോളിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി. നിവിൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അവർ പറഞ്ഞു. ഈ സംഭവം നടന്നത് ദുബായ് വെച്ചായിരുന്നു. ഞാൻ ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് ഒരു 3 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ എന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാം, ഒരു സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഫ്ലോറ ക്രീക്ക് എന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂവിന് പോവുകയും അവിടെ എനിക്കൊരു നല്ല അനുഭവമല്ല ഉണ്ടായത്. അതിനുശേഷം ഞങ്ങളൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പുള്ളിയുടെ ഗുണ്ടകൾ എന്നുള്ള പേരിലാണ് നിവിൻ പോളി, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു 3 ദിവസം റൂമിൽ ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അതിനുശേഷം എനിക്ക് ഫുഡും വെള്ളമൊന്നും തരാതെ ഇവർ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രമാണ് നമുക്ക് തന്നത്. അവിടെ നിന്നൊരു ശാരീരിക ബുദ്ധിമുട്ട്, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായതിനു ശേഷം ഹസ്ബൻഡ് അത് മനസ്സിലാക്കുകയും പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാനായിട്ട് എനിക്ക് പറ്റിയത്. ഞാനിതിന് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഹർഷിത മേഡത്തിന് ഞാനിത് മെയിൽ അയച്ച് കൊടുക്കുകയും അത് ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കുകയും ചെയ്തിട്ട് അവരിതൊരു ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് ഇതിനൊരു തെളിവില്ലാത്തത് കൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരതൊരു നല്ല രീതിക്കല്ല കൈകാര്യം ചെയ്തത്. നമ്മൾ കള്ളത്തരം പറയുന്ന പോലെയുള്ള രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെട്ടത്. അതിനുശേഷമാണ് ഞാൻ ഈ ഹേമ റിപ്പോർട്ട് വന്നതും ഈ ഒരു 6 അംഗ സംഘം ഉണ്ടെന്നും അവരൊരു സ്പെഷ്യൽ ടീമാണെന്ന് കണ്ടപ്പോഴാണ് ഞാനിത് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത്. ഈ കേസ് കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയ വഴി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും സ്റ്റേഷനിൽ ഞങ്ങൾക്ക് നല്ലൊരു അന്വേഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾ നല്ല അടുത്തല്ല വന്നത്. പുരുഷന്മാർ നമ്മളോട് ചെയ്യുന്ന പോലെയല്ല ഇവരാരും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. ഇവർ ഒരു മനുഷ്യനൊക്കെ അതിനും അപ്പുറത്തുള്ള രീതിക്കാണ് ഇവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. പരാതിയിൽ ഉറച്ച് ഇത് എവിടം വരെ പോകാമോ, നമുക്ക് നീതി കിട്ടുന്നിടം വരെ നമ്മൾ മുമ്പോട്ട് പോകാൻ തന്നെ തയ്യാറാണ്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഇതിപ്പോൾ പരാതിക്കാരിയെ കണ്ടിട്ട് പോലും ഇല്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് നിവിൻ. അതേസമയം തന്നെ ആരോപണത്തിൽ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയും. ഏത് തരത്തിലാകും നിവിൻ നിയമപരമായി ഈ പോരാട്ടം തുടരുക? അതേസമയം ഈ അന്വേഷണം അതെങ്ങനെ കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്? നിവിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇതും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഈ രീതിയിൽ തനിക്ക് അവരെ അറിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നിവിൻ പോളി വ്യക്തമാക്കുകയുണ്ടായി. ഇതില് ഇത്തരം കാര്യം വ്യാജമാണെന്ന്, ഈ ഒരു പരാതി വ്യാജമാണെന്ന് തെളിയിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് താനിപ്പോൾ. അത് ഏതറ്റം വരെയും പോകാനും താൻ തയ്യാറാണെന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് നിവിൻ പോളി പറയുന്നത്. കാരണം ഇങ്ങനെ ഉയർന്നു വന്നിരുന്ന ഒരു പരാതി സംബന്ധിച്ച് തനിക്ക് അറിയില്ല. ഇതിനു മുൻപ് ഇവർ ഒരു പരാതി ഉന്നുകൾ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നതായി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ചോദിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ രീതിയിലുള്ള ഒരു പരാതിയുടെ സ്വഭാവമായിരുന്നില്ല അതായിരുന്നു എന്നാണ് നിവിൻ പോളി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്നത് കൃത്രിമമായ ഒരു പരാതിയാണ് എന്നത് സംബന്ധിച്ച് തനിക്ക് ഉത്തമമായ ഒരു ബോധ്യമുണ്ട്. തനിക്കതിന് വളരെ വ്യക്തതയുണ്ട് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപം. അതുകൊണ്ട് അതിൽ നേരിടാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള പരാതികൾ ഇനിയും ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലെ ഒരു അന്തരീക്ഷത്തിൽ. പലപ്പോഴും പല പരാതികളും വരുന്നതും ഈ തരത്തിലാണ് എന്ന് നിവിൻ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതിലൊരു തുറന്ന നിയമ പോരാട്ടത്തിന് താൻ തയ്യാറെടുക്കുകയാണ്. അത് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പരാതിക്കാരിയായ പെൺകുട്ടി നിവിൻ പോളി പറയുന്ന കാര്യങ്ങളെല്ലാം നിരാകരിക്കുകയാണ്. തനിക്ക് വലിയ പീഡനമാണ് ദുബായിൽ വെച്ച് ഹോട്ടൽ മുറിയിൽ വെച്ച് അയക്കേണ്ടി വന്നത്. അവിടെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്ന് അവർ പറയുന്നു. ഈ മയക്കുമരുന്ന് കലർത്തിയ വെള്ളമാണ് തനിക്ക് കുടിക്കാൻ നൽകിയത് എന്നതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ ഇവർ നൽകിയ പരാതി പോലീസ് കാര്യമായി പരിഗണിച്ചില്ല എന്നതുകൂടി അവർ ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ വീണ്ടും വരാനുള്ള
ഒരു ധൈര്യം തനിക്ക് കിട്ടുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൈമാറാനാണ്, പരാതി നൽകാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഒരു കാര്യത്തിൽ എന്താണ് ഇതിന്റെ ഒരു വാസ്തവം എന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ തുടർന്നുള്ള മുന്നോട്ട് പോക്കിലെല്ലാം തന്നെ അത് വ്യക്തമാകും. കാരണം ഈ കാര്യങ്ങൾ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ദുബായിൽ ഒരു കാര്യമായിട്ടാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ഏത് രീതിയിലാണ് ഇനി അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വിവരശേഖരണം നടത്തുക, അതോടൊപ്പം തന്നെ ഇതിൽ തെളിവെടുപ്പ് അടക്കം ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിലൊരു പൂർണ്ണ വ്യക്തതയിലേക്ക് വരാൻ കഴിയൂ. ഒന്ന് നമ്മൾ ഓർക്കേണ്ടത്, ഇത് പരാതി ഉയർന്നു വന്ന ഉടൻ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ നിവിൻ പോളി ഇതിൽ മാധ്യമങ്ങളടക്കം കാണുവാൻ തയ്യാറായി എന്നതാണ്. ഇത് നിരാകരിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് വരികയും ചെയ്യുന്നു. എന്നാൽ അത്തരം പ്രസ്താവനകളെ പൂർണ്ണമായും നിവിൻ പോളിയുടെ നിലപാടുകളെ തള്ളിക്കൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത നിമിഷം ഈ പരാതിക്കാരിയും മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് എന്താണ് ഈ അടുത്ത നീക്കം എന്നതാണ് അറിയേണ്ടത്. അതേസമയം ഈ അന്വേഷണ സംഘം വിവിധ പരാതികൾ ക്രോഡീകരിച്ചുകൊണ്ട് അവരുടെ ഒരു വിലയിരുത്തലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലും മുന്നോട്ട് പോവുകയാണ്. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഇനിയും രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അവസരം നൽകാത്തതിന്റെ നീരസം കൊണ്ട് കെട്ടിച്ചമച്ച പരാതിയെന്നാണ് രഞ്ജിത്തിന്റെ വാദം. അതേസമയം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് നാളെ ഇറങ്ങും. നടൻ അലൻസിയറിനെതിരായ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. യുവനടിയുടെ പരാതിയിൽ എറണാകുളം ചെങ്ങമനാട് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. വിവരങ്ങളുമായി ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, എങ്ങനെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? നടൻ അലൻസിയറിനെതിരായ പരാതിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്ങമനാട് പോലീസ് അത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് നടിയുടെ പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് നേരത്തെയും അലൻസിയറിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളുമായി ഈ രീതിയിലുള്ള സമാന രീതിയിലുള്ള ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലൻസിയറിന് പരാതി ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ ചെങ്ങമനാട് പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുള്ളത്. IPC 354 ഇയാൾ നടനെതിരെ ചുമത്തിയിട്ടുള്ളത്. 2017 ബംഗളൂരുവിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി. സിനിമാ സെറ്റിൽ വെച്ചാണ് ഈ പറയുന്ന ഇത്തരം വിഷയങ്ങൾ നടന്നിട്ടുള്ളത്. അത് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ പരാതി കൈമാറിയിട്ടുള്ളത്. അന്വേഷണ സംഘമാണ് ഇതിൽ നിലപാടെടുത്ത് ഇനി അടുത്ത നീക്കം അറിയിക്കുക. മോശമായി പെരുമാറിയെന്ന് കാണിച്ചുകൊണ്ട് യുവ മാധ്യമ പ്രവർത്തക നൽകിയ പരാതിയിലും നേരത്തെ അലൻസിയറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന പരാതികൾ എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടാണ് സംഘം തീരുമാനമെടുത്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അലൻസിയറിന്റെ പരാതിയിലും അന്വേഷണ സംഘം തന്നെയാണ്, പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് കേസെടുപ്പ് മുന്നോട്ട് പോകുന്നത്. ശരി ഡാനി, 2017 ബംഗളൂരുവിൽ സിനിമാ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് അലൻസിയറിനെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. ആ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ളതാണ് വാർത്ത. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ദേശം താത്തിയെ സംസാരിക്കണം. ഇന്നലെ പാർട്ടി സെക്രട്ടറി കണ്ടു കഴിഞ്ഞു, എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, പാർട്ടി സെക്രട്ടറിയെ കാണും ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു. ചോദ്യങ്ങൾക്ക് എന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിക്കും. ഇപ്പൊ അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിരക്കിയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതിനെയാണ് എന്താണ് പ്രതികരിക്കാനുള്ളത്? എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും.
അപ്പോ എലി അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല. എങ്ങനെ മുഖ്യമന്ത്രി ADGP മാറ്റാനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റാനോ തയ്യാറായിട്ടില്ല. പാർട്ടി തലത്തിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നു. അല്ല, എനിക്കതിൽ പറയാനുള്ളത് ഇപ്പൊ വലിയ വാർത്ത ഇപ്പൊ 2 ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. ഇപ്പൊ എലിയായി പോയി, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും. അതിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു, ADGPയെ മാറ്റി നിർത്തണോ? ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ, അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെന്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാര്യം, ഒരു സൂചന പറയുകയാണെങ്കിൽ, ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല, അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അത് പഠിക്കേണ്ടവർ അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞ പോലെയാണ്, പിയൂണും ക്ലർക്കുമാരും ചേർന്നാണ് ഹെഡ് മാസ്റ്ററിനെതിരെ. അങ്ങനെയല്ലേ? നിങ്ങൾക്കുള്ള തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്, ഈ പാർട്ടിക്കൊക്കെ ഉണ്ട്. MLA പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ MLA പറയുമ്പോൾ ഈ MLAയുടെ പരാതിയിൽ ഒരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു. അപ്പോഴും ക്രമസമാധാനം എന്ന നിർണായക തസ്തികയിൽ MR അജിത് കുമാർ ഇരിക്കുകയാണ്. അത് അപ്പോൾ നീതിപൂർവമായ ഒരു അന്വേഷണം എങ്ങനെ നടക്കും? ഈ G. സ്പർജൻ കുമാർ ആണെങ്കിലും തോംസൺ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ്. അപ്പൊ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും? അല്ല, അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടത്. ആ ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ? അല്ല, അങ്ങേക്ക് പിന്നിൽ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതെങ്കിലും മനുഷ്യരുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ടോ അങ്ങേക്ക് പിന്നിൽ? അല്ല, ദൈവമായിട്ട് നിൽക്കുള്ളൂ. ദൈവം മനുഷ്യന്റെ രൂപത്തിലൊന്നും അവതരിക്കില്ല എന്റെ വിശ്വാസപ്രകാരം. മനസ്സിലായോ? അപ്പൊ അതിന്റെ വഴിക്കോ? അദ്ദേഹം അങ്ങനെയാണ് ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാരുടെ അടുത്തേക്ക് തന്നെയാണ് അവർക്ക് പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാനും ചോദിക്കുന്നത് അതാണ്. അങ്ങനെ ഉണ്ടാവുമോ? പരിഹാരം വേണ്ടേ? അല്ല, അതിന് പരിഹരിക്കണല്ലോ. അതിന് പരിഹാരം ഉണ്ടാവണ്ടേ? അല്ല, അത് പഠിക്കട്ടെ എന്ന്. അങ്ങനെ ഉണ്ടാവോ? അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർത്തി. എങ്ങനെ? അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ പറഞ്ഞു. അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ ശ്രീദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ. ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പോൾ അങ്ങ് കണ്ടുവന്നിറങ്ങിയ സ്ഥലം. കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ. ഇന്നലെ അതേ പരാതിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് MLA ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് ധാരാളം പാർട്ടി പ്രവർത്തകർ, നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഒരു ഫലം കാണും എന്ന പ്രതീക്ഷയാണോ? കാരണം അങ്ങ് പാർട്ടി സംവിധാനത്തിൽ പുറത്ത് വണ്ടി പോട്ടെ. ആ ക്യാമറ വണ്ടിയൊന്നും പോയി ഒന്ന് ചെറുതായി മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അങ്ങ് പാർട്ടി സംവിധാനത്തിൽ പുറത്തു നിൽക്കുന്ന ഒരാളാണ്. അങ്ങ് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമോ?
കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവനെ എപ്പോഴും ചതിക്കാം. അതിന് ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ അദ്ദേഹം ചതിക്കപ്പെട്ടത്? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ദാറ്റ്. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ PV അൻവർ വേണ്ടി വന്നു. കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്നവർ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. കുറ്റകരമായ ഒരു മൗനമല്ലേ അപ്പോൾ അവർ അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല. അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങുണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അതുമായി ഞാൻ മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല. അല്ല, അത് നിങ്ങൾ പറഞ്ഞോ. PV അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ, പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നടക്കണ കാര്യമല്ല. അല്ല, നിങ്ങളത് വിചാരിക്കണ്ട, നടക്കൂല. പൊതുവെ ആളുകൾക്ക് അഭിനന്ദിക്കാവുന്ന തരത്തിലാണ്. കാരണം പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഫലം കൂടി ഉണ്ടാകട്ടെ. ഈ പോരാട്ടം വിജയിക്കും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരെങ്ങനെയാ? നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ. വിപ്ലവം എങ്ങനെയാ ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി, ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. അല്ല, ഒരു കാര്യം, ഈ ഓയൂരിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം, അതിലേക്കൊന്നും ഞാനില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം മാറാൻ തയ്യാറല്ല. മാറേണ്ട അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം. നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാലോ. MR അജിത് കുമാറും BCCക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കുറച്ച് തെളിവുകളും പുറത്തു വന്നു. ഏതാണ്ട് വളരെ കുറച്ച് പറഞ്ഞു. ഇനിയും ഒട്ടേറെ തെളിവുകൾ MLAയുടെ പക്കലുണ്ട്. അത് പുറത്തുവിടേണ്ട സാഹചര്യമായോ? കാരണം അന്വേഷണം ഇവരെ നിലനിർത്തിക്കൊണ്ടാണ്. അല്ല, ഇപ്പൊ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നതൊക്കെ കേട്ടാല് MLA അന്വേഷിക്കണം, MLA സാക്ഷികളെ കൊണ്ടുവരണം, MLA തെളിവുകൾ കൊണ്ടുവരണം, MLA വരെ അറസ്റ്റ് ചെയ്യണം, MLA വരെ ജയിലിലാക്കിയിട്ടില്ല, MLA മുങ്ങി. ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും? ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചനാ തെളിവുകളാ. അത്ര കൊടുക്കാൻ കഴിയൂ. ആ തെളിവുകളിലേക്കുള്ള സൂചനാ തെളിവുകൾ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ്. ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത്. ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ. ഇവരൊക്കെ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാര്? ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഈ ഉദ്യോഗസ്ഥ സുജിത് ദാസിനും അജിത് കുമാറിനുമെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. ഇതിനൊരു നടപടിക്രമമില്ലേ? ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ, അല്ല ഞാൻ ചോദിക്കട്ടെ, സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം. പക്ഷേ ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല മാറ്റുന്നതിന് ഈ നടപടി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ. സാധിക്കുമായിരിക്കാം. എനിക്കതിനെക്കുറിച്ച് അത്ര പ്രൊഫഷണലായിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോ ഞാനതാ പറഞ്ഞത്, ഒരു ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള ഒരു പരാതി അവിടെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ ഉണ്ടാവുമോ? ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക്, ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിനൊരു സമയം എടുക്കുമായിരിക്കും. അല്ല, അങ്ങയുടെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിയോടാണോ പാർട്ടിയോടാണോ? എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ. മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പൊ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ. അപ്പൊ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം? ജൂനിയർ ഓഫീസർമാർ നടത്തിയ ഈ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയുണ്ട്? അല്ല, അന്വേഷണം തുടങ്ങുന്നല്ലേ ഉള്ളൂ. അതൊക്കെ നമുക്ക് നോക്കാം. ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ, അവരുടെ ലൈഫ് ഹിസ്റ്ററിയില്ല നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട്. കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 ആണ്. ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ്.
അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും. മനസ്സിലായില്ലേ? എങ്ങനെ? അല്ല, അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല. ഒക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം. അന്വേഷണം അങ്ങനെ പോകുന്നത് നോക്കാം നമുക്ക്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം അല്ല ഞാൻ പറയട്ടെ, കണ്ട് ശീലിച്ചവരാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു, ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയതിനു ശേഷം SP-യുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും CM-ന്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല. എന്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്റ്റാഫിന്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂടെയുള്ള എന്റെ ഗൺമാന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഈ വിഷയം ഒന്ന് പുറത്തു വരട്ടെ. അതാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ പിന്നെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാ. ബാക്കി ഇപ്പൊ ഞാനിത് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു, മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു, ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഇനി എന്ത് നടക്കും നമുക്ക് നോക്കാന്ന്. അങ്ങേക്ക് ഈ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിനെ ഇത് അറിയിച്ചാൽ മതി? അല്ലല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്ന എന്റെ തീരുമാനമാണ്. അല്ലല്ല, അതൊക്കെ നമുക്ക് നോക്കാം. അന്വേഷണമൊക്കെ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാലോ. ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അന്വേഷണം നടക്കുമല്ലോ, അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലോ. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും. മനസ്സിലായോ? ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവരുത്തരം പറയേണ്ടി വരും. ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ, അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും. അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം. അതിനു മുന്നിൽ ഞാനുണ്ടാകും. അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തരെ കള്ളാന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയാൻ ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും. പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ. അല്ല, പ്രതിപക്ഷ മുന്നണികൾ പറയുന്നത് CBI അന്വേഷണം വേണമെന്നാണ്. അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷം വിട്. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം? അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇവിടുത്തെ ഏജൻസി, ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ. ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിന് ആവശ്യമില്ല. അല്ല, അത് നമുക്ക് പിന്നെ പറയാം. MV ഗോവിന്ദനുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു PV അൻവർ MLA. മുഖ്യമന്ത്രിക്ക് നൽകിയ പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ. മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ, നമുക്ക് കാണാം. അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു. അയൽവാസികളോട് പലരോടും ആവശ്യപ്പെടും. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട്, ഉണ്ണി. ഈ കസ്റ്റംസിന്റെ അപ്രൈസറാണ്. അവിടെയാണ് സ്വർണം ഒരുക്കുന്നത് പോലീസ് പിടിച്ചിട്ട്. ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കടത്താണ്. ആ വീഡിയോ ഉണ്ടോടാ? അവൻ അയച്ചത് വീഡിയോ ഇവിടെ. കൊണ്ടോട്ടിയിലെ സാധനം ഷോപ്പ് അടുത്ത് കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ആ വീഡിയോ എടുക്ക്. മനസ്സിലായോ? ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ട് അപ്രസ് ചെയ്യുന്ന ഉരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ഗോൾഡ് സ്മിത്ത്, അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി. അതിന് രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യില്. അവനെ പിടിച്ചാലറിയും ഇതിന്റെ ഒന്നാം ഘട്ടം. അവിടെ തെളിവ് നശിപ്പിക്കുക. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത് ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത് ദാസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അന്നേ പറഞ്ഞല്ലോ ഞാന്. അല്ല, ഇത് ഇന്നലെ കിട്ടിയ വിവരമാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ്. ഈ അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർക്ക് സ്വർണ്ണ ബിസിനസ് ആണല്ലോ, ആ മേഖലയാണ് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി? ഒന്ന് പോയി അന്വേഷിക്കുന്നത്. തൃശ്ശൂർ പോയി അന്വേഷിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് കണക്ഷൻ വരുന്നത്. അപ്രൈസറുടെ കടയിൽ നിന്ന് സാധനങ്ങൾ രാത്രി ഇറക്കുന്നതിന്റെ വീഡിയോ അയച്ചു തരാം. MV ഗോവിന്ദനെ കണ്ട ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു PV അൻവർ.
എന്തായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ വീണ്ടും ചില പുതിയ കാര്യങ്ങൾ കൂടി പറയുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. ഡാൻ കുര്യൻ അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. അതിന്റെ ചില ദൃശ്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ പരാതി ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്കും കൈമാറി എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത്. മുഖ്യമന്ത്രി കേട്ടതുപോലെ തന്നെ വിശദമായി MV ഗോവിന്ദനും പരാതി കേട്ടു. അതോടൊപ്പം ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയും സർക്കാരുമാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവർ തീരുമാനിക്കട്ടെ എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നടപടി സ്വീകരിക്കുന്നതിൽ തനിക്ക് തിരക്കില്ല, പ്രൊസീജിയർ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പ്രവർത്തനത്തിനും എല്ലാ അന്വേഷണത്തിനും പ്രൊസീജിയറിനും അതിൻ്റെതായ കാലതാമസം എടുക്കും. ആ കാലതാമസം ഇതിനുമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ തനിക്ക് തിരക്കില്ല, സമയമെടുത്തോട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ADGP പദവിയിലിരിക്കെ എങ്ങനെ അന്വേഷണം നടക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അന്വേഷണം നീതിപൂർവമായി തന്നെ നടക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത്തരത്തിലൊരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ലക്ഷക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പറഞ്ഞതെന്നും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് നിരത്തിയതെന്നും അദ്ദേഹം പറയുന്നു. സഖാക്കളുടെ വികാരം അത് താൻ പാർട്ടിക്കും സർക്കാരിന് മുമ്പിൽ വെക്കുകയായിരുന്നു. ഈ സർക്കാർ നിലനിന്നു പോകണമെന്ന ആഗ്രഹം കൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് കടന്നത്. വിപ്ലവം തുടങ്ങിയിട്ടേ ഉള്ളൂ, തന്റെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിക്കും നൽകിയെന്ന് പറയുന്നു. ADGP മാറി നിൽക്കണമോ എന്ന കാര്യത്തിനൊന്നും കൃത്യമായ ഉത്തരമില്ല, പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ പുതിയ ചില കാര്യങ്ങൾ എന്ന വണ്ണം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ചില വീഡിയോകളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് നൽകാമെന്നും പറഞ്ഞു. എന്താണ് ഡാൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്റെ വിശദാംശങ്ങൾ? എനിക്ക് തോന്നുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം വന്ന് പ്രതികരിച്ചതുപോലല്ല, അല്പം കൂടി വൈകാരികമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് പാർട്ടിയാണ്, തന്റെ വിധേയത്വം പാർട്ടിയോടാണ് എന്ന് അദ്ദേഹം കൃത്യമായി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച സംശയങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നത്. കാരണം ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരുമ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റായ, അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരായ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് അദ്ദേഹത്തിനെതിരെ ഈ അന്വേഷണം നടത്താൻ കഴിയുമെന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തോട് PV അൻവർ നടത്തിയ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതി ഉയർന്നാൽ ആ സ്കൂളിലെ പിയൂണോ ക്ലർക്കോ മറ്റ് അധ്യാപകരോ അല്ല അതിൽ അന്വേഷണം നടത്തേണ്ടത്, അതിന് മുകളിലുള്ളവരാണ്. അത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് പരോക്ഷമായ ഒരു വിമർശനം തന്നെയാണ്. നിലവിൽ MR അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സംഘം, അതിൽ കടുത്ത അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഉപമ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പമാണ് പോലീസിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മലപ്പുറത്ത് ഈ SP സുജിത് ദാസും അദ്ദേഹവും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ട സമയം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ബോധപൂർവം അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയായിരുന്നതും അദ്ദേഹത്തിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയായിരുന്നുവെന്നും പറയുമ്പോൾ ഈ ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചതിന് ശേഷം മാത്രം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടന്നാൽ മതിയെന്ന നിലപാടിലാണ് താൻ ഉള്ളതെന്ന് കൂടി PV അൻവർ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൂടി കൈമാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇതിന്മേൽ തുടർ നടപടികൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുമോ, അതോ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്താൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുമോ? ഇതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയോട്, പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും തനിക്ക് വിധേയത്വമുണ്ട്. മുഖ്യമന്ത്രി അറിയിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞു. അതേ കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിയും അറിയിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇന്നലത്തെ സാഹചര്യമല്ല, ഇന്ന് അല്പം കൂടി വ്യത്യസ്തമാണ്. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഏത് തരത്തിലായിരിക്കും തുടർന്ന് ഈ പോരാട്ടം നടത്തുകയെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം വളച്ചൊടിക്കാൻ ഉള്ള ശ്രമം കീഴുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അപ്പോൾ കാണാം അതിലെന്തായിരിക്കും തുടർ നടപടി എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണമാണ് PV അൻവർ
പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ പരാതി കൈമാറിയതിനു ശേഷം മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാൻ, എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ സഖാക്കന്മാർ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് പാർട്ടിക്കും സർക്കാരിനും മുമ്പിൽ വെച്ചത് എന്ന് അൻവർ പറയുന്നുണ്ട്. എന്തായാലും നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ പ്രൊസീജിയറിന് സമയമെടുക്കും. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ അങ്ങനെ തന്നെയാണ്. തനിക്ക് തിരക്കില്ല എന്ന് പറയുമ്പോൾ ഈ ആരോപണ വിധേയരായവർക്കെതിരെ അത്ര പെട്ടെന്നൊരു നടപടിയിലേക്ക് കടക്കില്ല. അങ്ങനെ ഒരു സൂചനയായിരിക്കാം അൻവറിന് ലഭിച്ചത് എന്നുള്ളതാകാം നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാഹനമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയത്. ഒരുപക്ഷെ അദ്ദേഹം AKG സെന്ററിലേക്കായിരിക്കാം എത്തുന്നത്. അദ്ദേഹം ഈ പരാതി സ്വീകരിച്ചതിന് ശേഷമാണ് AKG സെന്ററിലേക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടന്നു പോകുന്നത്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ, ചടുലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. സ്വാഭാവികമായി അദ്ദേഹം AKG സെന്ററിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇനിയുള്ള തുടർ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അവിടെ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും നടക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി AKG സെന്ററിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഈ പരാതി PV അൻവറിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹവുമായി അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് AKG സെന്ററിലേക്ക് എത്തുന്നത്. തുടർ തീരുമാനങ്ങൾ എങ്ങനെയാവുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന, അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് തന്നെ നേരിൽ കണ്ട് ഈ പരാതി കൈമാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പരാതിയിൽ ഏത് തരത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. സ്വാഭാവികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ കൃത്യമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് PV അൻവർ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ, ഒരുപക്ഷെ എന്തായാലും പാർട്ടി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് P ശശിക്കെതിരായ നീക്കം അതെങ്ങനെ നടത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഡാൻ, ഈ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് കമ്മിറ്റികളിലൊക്കെ ചേർന്നാണ് ഈ പരാതികൾ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാകുമോ P ശശിക്കെതിരായിട്ടുള്ള ഈ പരാതി ചർച്ചയ്ക്ക് വരിക? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്? സ്വാഭാവികമായി അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി ഈ പരാതി ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA ആണ് PV അൻവർ. സ്വാഭാവികമായി അദ്ദേഹം ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇന്നലെ സമാനമായ തരത്തിൽ അദ്ദേഹത്തിന്റെ പരാതി ഗൌരവമുള്ളതാണ്, അതിൽ അന്വേഷണം നടത്തണമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെ നടത്തിയത്. സ്വാഭാവികമായി അതിനപ്പുറത്തേക്ക് പാർട്ടി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് അൻവർ നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൈമാറിയിരിക്കുന്ന ഈ പരാതിയിൽ തുടർ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് എങ്ങനെയാവുമെന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കിയാകുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അടുത്ത ദിവസം ചേരാൻ പോകുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കാണുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിനൊപ്പം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥ തലത്തിലെ വിശ്വസ്തനായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തലത്തിൽ വിശ്വസ്തനായിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള PV അൻവർ MLA രംഗത്തെത്തുമ്പോൾ അത് ഒറ്റയാൻ പോരാട്ടമല്ല, ഇതൊരു വിപ്ലവമാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പരാമർശം. ഇത് പോലീസിന്റെ തെളിച്ചം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായ ഒരു നിശബ്ദമായ വിപ്ലവമല്ല, അതിനപ്പുറത്തേക്ക് തുറന്ന പോരാട്ടമാണ്. എല്ലാ വിപ്ലവങ്ങളുടെയും തുടക്കം ഇങ്ങനെയാണ്. അങ്ങനെ ഒരു വിപ്ലവത്തിനാണ് താൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്റെ വിധേയത്വം പാർട്ടിയോട് മാത്രമാണ് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, PV അൻവറിന് പിന്നിൽ ദൈവത്തിന് പുറമെ മറ്റാരൊക്കെയോ കൂടിയുണ്ട്. പക്ഷേ അത് ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡാൻ, പുലിയായി വന്നയാൾ എലിയായി മാറി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ എലി അത്ര മോശം ജീവിയൊന്നും അല്ലല്ലോ, എലി മതി ഒരു വീടിനെ നാശോന്മുഖമാക്കാൻ എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇന്നലെ അദ്ദേഹത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ സൗമ്യനായി കണ്ടു, അദ്ദേഹം വളരെ മയപ്പെട്ടു എന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം
അത് ഏത് തരത്തിലാണ് ഡാൻ വിലയിരുത്തുന്നത്? ഡാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം ആ വിഷയത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാതിയോടും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പരസ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രവൃത്തിയോടുമൊക്കെ നേരത്തെ വിമർശനം പ്രതിപക്ഷമടക്കം ഉന്നയിച്ചതുപോലെ മുഖ്യമന്ത്രി അത്തരത്തിൽ കണ്ണുരുട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പി.വി. അൻവറിന് വിരുദ്ധമായി അല്ല കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടോ? നയപരമായിട്ടല്ല അദ്ദേഹം ഉത്തരം നൽകിയത്, നയപരമായിട്ടല്ല ഈ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്ന എന്ന കാര്യം ഉറപ്പാണ്. അത് തികച്ചും വൈകാരികമായ പ്രതികരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശബ്ദമുയർത്തി തന്നെ പറഞ്ഞത്, ഇത് എന്റെ മാത്രം വികാരമല്ല, പാർട്ടിയിൽ വിശ്വസിക്കുന്ന, പാർട്ടിയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായമാണ്, അവരുടെ വികാരമാണ് താൻ മുമ്പോട്ട് വെക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആക്ഷേപങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് യാതൊരു തരത്തിലുള്ള ഉത്തരവും നൽകാതെ മൗനം ഭജിച്ച് അദ്ദേഹം നീങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെയായിരുന്നില്ല സാഹചര്യം. എല്ലാ ചോദ്യങ്ങൾക്ക് മുമ്പിലും വ്യക്തമായി കൃത്യമായ ഉത്തരം നൽകിയാണ് പി.വി. അൻവർ ചിന്താ ഫ്ലാറ്റിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പി.വി. അൻവർ തുടങ്ങി വെച്ചിരിക്കുന്ന പോരാട്ടം അത് അതേ തീഷ്ണതയോടെ തന്നെ മുമ്പോട്ട് പോകുകയാണ് എന്ന കൃത്യമായ സന്ദേശം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത്, അദ്ദേഹം വളരെ അഭിചാരിതമായിട്ടല്ല, ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതി വന്നാൽ പിയൂണും ക്ലർക്കുമാരും അധ്യാപകരുമല്ല അന്വേഷണം നടത്തേണ്ടതെന്ന പരാമർശം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ സംഘത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. എഡിജിപിക്കെതിരായ ആരോപണങ്ങളിൽ പി.വി. അൻവർ എം.വി. ഗോവിന്ദന് മുന്നിൽ നേരിട്ട് കണ്ട് പരാതി കൈമാറുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന്. പീഡന പരാതിയിൽ നിയമ പോരാട്ടത്തിന് നിവിൻ പോളി. ആരോപണങ്ങൾ നിഷേധിച്ച് താരം. പറഞ്ഞതിൽ ഉറച്ചു പരാതിക്കാരി. ലൈംഗികാതിക്രമ കേസിൽ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പാപ്പനംകോട്ടെ